നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബാലന്തിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് സ്ട്രൈക്കർ ഉസ്മാൻ ഡെംബലെ പുരുഷ താരം, വനിതാ താരം ഐറ്റാന ബോൻമാറ്റി, മികച്ച ടീം PSG. ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക യോഗം ഇന്ന്. അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കും. എസ് ജയശങ്കർ പങ്കെടുക്കും. ഹമാസിനെതിരെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണം. സ്വതന്ത്ര നിലപാടിന് പിന്തുണയുമായി ഫ്രാൻസും. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ചർച്ചകൾ തുടരുന്നു. മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂയോർക്കിൽ തുടരുന്നു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നീങ്ങുമെന്ന് എസ് ജയശങ്കർ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഇന്ന് ഏറ്റുവാങ്ങും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് ഡൽഹിയിൽ. വിജയരാഘവനും ഉർവശിയും പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകമാകും. SIR നീട്ടണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കത്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം അനിൽ നേതൃത്വം നൽകിയ ഫാം ടൂർ എന്ന സാമ്പത്തിക സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിന്മേൽ. കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണനും KM ഷാജഹാനും ഇന്ന് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. നിർദ്ദേശം വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനെയും CPM നേതാവ് KJ ഷൈനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ. വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള വനിതാ നേതാവ് ആരോപണ വിധേയരായ DMC അംഗങ്ങളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുകയെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിമർശനം. പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യപ്പെട്ട് ഒരു വിഭാഗം. കോഴിക്കോട് ബീച്ചിന് സമീപം വൻകിട റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണം. വ്യാവസായിക ഭൂമിയിൽ നിർമ്മിക്കുന്നത് ബഹുനില പാർപ്പിട സമുച്ചയം. നിർമ്മാണം താൽക്കാലിക നിർമ്മിതിക്കായി അനുമതി തേടിയെടുത്ത് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന്റെ ഉത്തരവ്. സർക്കാർ ആശുപത്രികളിലെ സ്റ്റെന്റ് വിതരണത്തിൽ നിലപാട് കടുപ്പിച്ച് കമ്പനികൾ. അടുത്ത മാസം 5-നകം മുഴുവൻ കുടിശ്ശികയും കൊടുത്ത് തീർക്കണമെന്ന ആവശ്യം. ആശുപത്രികളിലെ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന അറിയിപ്പ്. സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചത് സെപ്റ്റംബർ 1 മുതൽ.